വണ്ടി ഓടിച്ച് പഠിച്ചു തുടങ്ങുന്നവരൊക്കെ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് ആക്സിലറേറ്റർ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അത് കൂടി പോകുക എന്നുള്ളത്. പ്രത്യേകിച്ചും ഗ്രൗണ്ടിലൊക്കെ പഠിക്കുന്ന സമയത്ത് അത് ബുദ്ധിമുട്ടാവാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തൊരു കമന്റ് ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ട്, പക്ഷേ എട്ടെടുക്കുന്ന സമയത്ത് ആക്സിലറേറ്റർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ ആ സമയത്ത് എട്ടെടുക്കുന്ന സമയത്ത്, അതായത് 8 പോലുള്ള ചെറിയ സ്ഥലങ്ങളിലേക്ക് ഓടിക്കുമ്പോഴല്ല നമ്മൾ ശരിക്കും ആക്സിലേറ്റർ കൺട്രോൾ ചെയ്ത് പഠിക്കേണ്ടത്. ഗ്രൗണ്ടിൽ കൂടെ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് ഓടിക്കുമ്പോഴും റൗണ്ട് ചെയ്ത് ഓടിക്കുമ്പോഴും ഒക്കെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആക്സിലേറ്റർ കൺട്രോൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് ആദ്യം തൊട്ടേ പരിശീലിക്കേണ്ടത്. നമ്മൾ വാഹനത്തിൽ കൈ പിടിക്കുന്നിടം മുതൽ നമ്മളത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് പറ്റും. ചില ഡ്രൈവിംഗ് സ്കൂളുകളിൽ നമ്മളതിന് ചിലർ ലോക്ക് ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പം നമ്മളത് കാണാറുണ്ട്, ലോക്കൊക്കെ ഇട്ട് കൊടുത്ത് ഓടിക്കുന്നത്. കാരണം ആദ്യം ആക്സിലേറ്റർ തിരിഞ്ഞു പോകത്തില്ല. അത് ലോക്കിന്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കാം കേട്ടോ, ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുക, നിങ്ങളൊന്ന് കണ്ടു നോക്കാം. പിന്നെ ഈ ലോക്ക് ഇടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്, കാരണം ലോക്ക് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളതുകൊണ്ട് നമുക്ക് സാധാരണ കടയിൽ നിന്നൊക്കെ സാധാരണ രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതുകൊണ്ട്, പിന്നെ അതുകൂടാതെ കൈകൊണ്ട് തന്നെ പലർക്കും ഈ ലോക്ക് ജീവിതകാലം മൊത്തം കൊണ്ടു നടക്കാൻ പറ്റില്ലല്ലോ. ഈ ലോക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് കൈ പിടിച്ച് വളരെ അഡ്ജസ്റ്റ് ചെയ്ത് കൈ പിടിച്ച് എങ്ങനെയാണ് വണ്ടി ഓടിക്കേണ്ടതെന്ന് ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു വട്ടം കൂടി പറയാം. ഇത് നമ്മുടെ ആക്സിലറേറ്റർ ആണെന്ന് വിചാരിക്കുക, ഇത് നമ്മുടെ ബ്രേക്ക് ആണെന്ന് വിചാരിക്കുക. നമ്മൾ ഇങ്ങനെയായിരിക്കും ബ്രേക്ക് പിടിക്കുക, മനസ്സിലായില്ലേ? ഇങ്ങനെയായിരിക്കും ബ്രേക്ക് പിടിക്കുക. അപ്പോൾ നമ്മൾ കൈ ഇങ്ങനെ ഇറക്കി പിടിച്ചു കഴിഞ്ഞാൽ കൂടുതൽ തിരിഞ്ഞു പോകും. അതേസമയം കൈ പുറകിലേക്ക് ഇറക്കി പിടിച്ചു കഴിഞ്ഞാൽ കുറച്ച് മാത്രമേ തിരിയത്തുള്ളൂ. ഇങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള ആ ഒരു ട്രിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ലോക്കൊന്നും ഇടാതെ തന്നെ ആക്സിലേറ്റർ കൺട്രോൾ ചെയ്യാം. പക്ഷെ ഇതൊക്കെ നമ്മൾ എട്ടെടുക്കുന്നതിന് മുമ്പ് തന്നെ ഗ്രൗണ്ടിൽ ഓടിച്ച് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ പരിശീലിക്കണം എന്നുള്ളതേ ഉള്ളൂ. വളരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും കമന്റുകളായിട്ട് ചെയ്താൽ മതി. വീഡിയോ ചെയ്ത് കാണിക്കുന്നതാണെങ്കിൽ ഉറപ്പായിട്ട് വീഡിയോ ചെയ്ത് കാണിക്കും.